മലയാള നാട്ടിൽ നിന്ന് തുടങ്ങി മലയാളികളെത്തിയ ഭൂമി മുഴുവൻ നിറഞ്ഞ ഓണത്തിന് ചരിത്രപരവും രസകരവുമായ ചേരുവകൾ ധാരാളമുണ്ട്. അതിൽ ഒന്നാമതാണ് അത്തപ്പൂക്കളം. അത്തം നാളിൽ വീടിൻ്റെ മുറ്റത്ത് മനോഹരമായി ഒരുക്കുന്ന ഈ പൂക്കളത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഓരോ തരം പൂക്കളും സ്ഥാനം പിടിക്കുന്ന ചെറുതു മുതൽ വലുതുവരെയുള്ള വൃത്തങ്ങൾ. ഈ വൃത്തങ്ങൾക്കും ഓരോ ദിവസം അർപ്പിക്കുന്ന പൂക്കൾക്കും എല്ലാം വ്യക്തമായ എണ്ണവും ഇനവുമൊക്കെയുണ്ട്. പൂക്കളാൽ സമൃദ്ധമായിരുന്ന നാട് ഓർമ്മയിലേക്ക് മായുമ്പോൾ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളം നിറയുന്നു. വർത്തമാനകാല തിരക്കിനനുസരിച്ച് ഓണവും ഓണപ്പൂക്കളവുമെല്ലാം വിവിധങ്ങളായ വ്യതിയാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഓണത്തിൻ്റെ മഹനീയ സാന്നിധ്യമായിരുന്ന തൃക്കാക്കരയപ്പൻ അഥവാ ഓണത്തപ്പൻ ഇന്നും മലബാറിൽ പ്രതീകമായി നിലകൊള്ളുന്നു. എന്നാൽ മുറ്റത്തും പറമ്പിലും ഇന്ന് പൂക്കളൊഴിഞ്ഞിരിക്കുന്നു. എല്ലാം റോബോട്ടുകൾ കൈയടക്കുന്ന കലികാലത്തിൽ ഇതാ റെഡിമെയ്ഡ് പൂക്കളവും തയ്യാർ. കവിയും കലാകാരനുമായ മലപ്പുറം വണ്ടൂർ മോഹനാലയത്തിൽ ഉണ്ണികൃഷ്ണമാരാരുടെ സഹധർമ്മിണി ദീപാമാരാരും മകളും ഡിഗ്രി വിദ്യാർത്ഥിനിയുമായ അഞ്ജലി കൃഷ്ണയുമാണ് ഈ പുതിയ ആശയം പ്രാവർത്തികമാക്കിയത്. ഓണം മലയാളികൾക്കെന്നും ഉത്സവമാണ്. ഓണം അത്തം മുതൽ തിരുവോണം വരെ നീളുന്ന ആഘോഷങ്ങളാണ് ഓണക്കാലത്ത് മലയാളികൾ കൊണ്ടാടുന്നത്. എന്നാൽ ഈ അത്തപ്പൂക്കളം ഇടുന്നതിൻ്റെയും തൃക്കാക്കരപ്പിൻ്റെയും ഐതിഹ്യം പലർക്കും അറിയില്ല. അതെന്താണ് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. അത്തം മുതൽ അത്തം, ചിത്തിര, ചോതി, വിശാഖം അങ്ങനെ തിരുവോണം വരെ നീളുന്ന പൂക്കളം ഇടലാണ്. എന്തിനാണ് ഈ പൂക്കളം വീട്ടുകാർ ഒരുക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൻ പൂക്കളൊക്കെ പറിച്ചിട്ട് പൂക്കളങ്ങൾ ഒരുക്കിയിട്ട് എന്തിനാണ് ഇത്രയും ആഘോഷിക്കുന്നത് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തിരുവോണത്തിൻ്റെ അന്നാണത്ര തൃക്കാക്കരപ്പൻ എഴുന്നള്ളുക. അതായത് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക്, അതായത് സുതലത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് പറയുന്നത്. ചവിട്ടി താഴ്ത്തി എന്നല്ല, മഹാബലിക്ക് മോക്ഷം കൊടുത്തു എന്നാണ് കഥ. സുതലം എന്നുള്ള ഒരു പ്രദേശത്തിലേക്ക് മഹാബലിക്ക് വസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരിപ്പിടം ഒരുക്കി കൊടുത്തു. അതിന് പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. ഈ മഹാവിഷ്ണുവാണ് വാമനാവതാരം എടുത്ത് മഹാബലിക്ക് മോക്ഷം നൽകിയത്.
അപ്പോൾ ആ സമയത്ത് മഹാബലി അപേക്ഷിച്ചു, തൻ്റെ നാട്ടിലുള്ള പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കലെങ്കിലും എനിക്ക് വരണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചപ്പോൾ വാമനൻ മഹാബലിക്ക് ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. ചിങ്ങമാസത്തിൽ തിരുവോണം നാളിൽ എല്ലാ വർഷവും തൻ്റെ പ്രജകളെ കാണാനായിട്ട് ഭൂമിയിലേക്ക് മഹാബലി എഴുന്നള്ളും എന്നാണ് വിശ്വാസം. അപ്പം ആ സമയത്ത് അത്തം മുതൽ തുടങ്ങും ഈ ഓണാഘോഷങ്ങളും പൂക്കളം ഒരുക്കലും. തൃക്കാക്കരപ്പനെ വരവേൽക്കാനുള്ള ആഘോഷങ്ങളാണ്. തൃക്കാക്കരയാണ് ശരിക്കും ഈ അതായത് മഹാബലിയുടെ രാജ്യം. അപ്പം ആ സമയത്ത് തൃക്കാക്കരയിലുള്ള ആൾക്കാരാണ് നമ്മളിവിടെ പൂക്കളം ഒരുക്കിയിട്ടും തൃക്കാക്കരപ്പനെ അടനിവേദിച്ചും അങ്ങനെയൊക്കെ ആഘോഷിച്ചിരുന്നത്. തൃക്കാക്കരപ്പൻ്റെ രൂപങ്ങൾ വെച്ചിട്ട് നമ്മൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തൃക്കാക്കരയിൽ വസിക്കുന്നവർക്ക് അല്ലാത്ത കുറേ ദൂരദേശങ്ങളിലൊക്കെ വസിക്കുന്നവർക്ക് ഇതിങ്ങനെ ആരാധിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടായി. ആ സമയത്ത് മഹാബലി തന്നെ പറഞ്ഞു, അവനവൻ നമ്മുടെ നാട്ടിൻപുറത്തെ വീട്ടുമുറ്റങ്ങളിലെ ഓണപ്പൂക്കളം ഒരുക്കി തൃക്കാക്കരപ്പൻ്റെ രൂപം ഇട്ട് പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചോളാൻ മഹാബലി അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ നാട്ടിൻപുറങ്ങളിലെ അത്തം മുതൽ ഓണപ്പൂക്കളം ഒരുക്കി തിരുവോണത്തിനായി മഹാബലിയുടെ വരവും കാത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അത്തം മുതൽ മഹാബലിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് തിരുവോണത്തിനാൾ മഹാബലി എഴുന്നള്ളുമ്പോൾ അപ്പം, അട, അവില്, മലര്, പഴം എന്നിവ വെച്ച് നേദിച്ച് മഹാബലിയെ വരവേൽക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ വാമനനെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്. വാമനമൂർത്തി മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത്തത്തിൻ്റെ പൂക്കളം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത്തം മുതൽ ഓരോ കളറുകളിലാണ് പൂക്കളിടുക. അത്തം, ചിത്തിര, ചോതി, വിശാഖം അങ്ങനെ തുടങ്ങും ഓണപ്പൂക്കളങ്ങൾ. പിന്നെ ഓരോ വട്ടങ്ങൾ കൂടി വരും. പിന്നെ ഈ മൂലം നാളിലാണ് നമ്മളിപ്പോൾ ഇതിലെ വീഡിയോ നേരത്തെ കണ്ടതുപോലെ അണിഞ്ഞു വെക്കുന്നത്. അത് മൂലം മുതൽക്ക് നമ്മൾ തൃക്കാക്കരപ്പനെ രൂപങ്ങളിലോ അല്ലെങ്കിൽ മരത്തിൻ്റെയോ രൂപങ്ങളിലുള്ള തൃക്കാക്കരപ്പനെ അണിഞ്ഞ് വെക്കുകയാണ് ചെയ്യുന്നത്. മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം അങ്ങനെ ഓരോ ഇത് വെക്കുന്നതിലും കുറേ സംഖ്യകളുടെ കണക്കൊക്കെ ഉണ്ട്. 3, 5, 7, 9 അങ്ങനെയുള്ള ആ ഒരു സംഖ്യകളിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് തൃക്കാക്കരപ്പനെ വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അത്തം മുതൽ പൂക്കളം ഇട്ടിട്ട് തിരുവോണം വരെ വെക്കണം. തൃക്കാക്കരപ്പനെ വെക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ അപ്പുറത്ത് പൂക്കളും ഇടാറുണ്ട്. അപ്പം അതിപ്പോൾ നമ്മളെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ തൃക്കാക്കരപ്പനെ വെക്കുന്നതിന് പകരം പൂക്കളം ഇട്ടിട്ട് ഈ വലിയ പൂക്കളം ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ആ പൂക്കളത്തിൻ്റെ നടുവിൽ ഒരു തൃക്കാക്കരപ്പനെ വെക്കും. അങ്ങനെയും കാണാറുണ്ട്. എന്തായാലും ശരി, മലയാളികൾക്കെന്നും മറക്കാനാവാത്ത സ്മരണകളുടെയും ആഘോഷത്തിൻ്റെയും ഉത്സവം തന്നെയാണ് ഓണം. ഇനി പൂക്കളത്തെക്കുറിച്ചുള്ള പ്രത്യേകതകൾ പറയാം. അത്തം മുതൽ തിരുവോണം വരെ പൂവിടുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പലർക്കും അറിയില്ല. അത്തം സൂര്യദേവന്റെ ജന്മനാളാണ്. അത്തം മുതലുള്ള എല്ലാ പൂക്കളങ്ങളിലും തുമ്പയും മുക്കുറ്റിയും പ്രധാന ഇനങ്ങളാണ്. ചിത്തിര പൂക്കളത്തിൽ പ്രാധാന്യം വെളുത്ത പുഷ്പങ്ങൾക്കാണ്. ചോതിനാളിൽ പൂക്കളം മുക്കുറ്റിയാൽ നിറയണം. വിശാഖത്തിന് വൃത്താകൃതിയിൽ പൂക്കൾ ഇടകലർത്തിയാണ് കളമൊരുക്കുക. അനിഴത്തിന് പൂക്കളം 5 നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് 5 വരിയായി നിർമ്മിക്കണം. തൃക്കേട്ടയ്ക്ക് പൂക്കളം 6 നിറത്തിലുള്ള പൂക്കൾ കൊണ്ടാവണം എന്നാണ് വിശ്വാസം. മൂലത്തിന് മൂടുവോളം പൂ എന്നാണ് പറയുക. പൂരാടത്തിന് പൂരപ്പറമ്പ് വരെ നീളുന്ന പൂക്കളമാണ്. കാക്കപ്പൂവ് ഇതിൽ പ്രധാനമാണ്. ഉത്രാടനാളിൽ സമൃദ്ധമായി പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. തിരുവോണനാളിൽ തൃക്കാക്കരപ്പൻ്റെ വരവുമായി. പണ്ട് നാട്ടുപൂക്കളായിരുന്നു പൂക്കളത്തിൽ. മഹാബലിയുടെ ഇഷ്ടപുഷ്പമാണ് തുമ്പ. ചാണകം മെഴുകിയ തറയിൽ തുമ്പയും തുളസിയും കൊണ്ട് ഒറ്റ വരി. അത്തത്തിന് തിരുവോണമാകുമ്പോൾ അത് 10 വരിയാകും. അത്തപ്പൂക്കളത്തിന് തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യവുമുണ്ട്. അത്തം മുതൽ തിരുവോണം വരെ തൃക്കാക്കരയപ്പന് എഴുന്നള്ളി ഇരിക്കുവാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കിയിരുന്നത്. എന്നാൽ തൃക്കാക്കരയിൽ നിന്നും ദൂരെ വസിക്കുന്നവർക്ക് തൃക്കാക്കരയപ്പൻ്റെ അടുത്ത് ചെന്ന് പൂക്കളം ഒരുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ സങ്കട നിവർത്തിക്കായി വീടുകളിൽ തന്നെ പൂക്കളം ഒരുക്കി തന്നെ അതിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുമതി നൽകിയെന്നും അതിൽ പിന്നെയാണ് വീടുകളിൽ പൂക്കളം ഒരുക്കി തുടങ്ങിയത് എന്നുമാണ് പറയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ ചക്രവർത്തിയായിരുന്ന മഹാബലിയെ കൊണ്ടുപോയി തൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരു ദിവസം ഭൂമിയിലേക്ക് എഴുന്നള്ളാൻ ചക്രവർത്തിക്ക് വാമനൻ അനുമതി നൽകിയെന്നും അതിൻ പ്രകാരമാണ് ചിങ്ങമാസത്തിൽ തിരുവോണം നാളിൽ എഴുന്നള്ളുന്ന മാവേലിയെ സ്വീകരിക്കാൻ പൂക്കളമൊരുക്കുന്നതെന്നും പറയപ്പെടുന്നു. ഹായ്,
ഇത് കണ്ടപ്പോൾ നിങ്ങൾ ഒറിജിനൽ ഒരു പൂക്കളം ഇട്ടതാണെന്ന് ചിന്തിക്കുന്നുണ്ടാവൂലേ? എന്നാൽ അതല്ല, ഇതാണ് റെഡിമെയ്ഡ് ഓണപ്പൂക്കളം. ഇതിൻ്റെ ഫിനിഷിങ് വർക്കിലായിരുന്നു ഞങ്ങളിപ്പോൾ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ പൊന്തി നിൽക്കുന്ന നൂലൊക്കെ ഒട്ടിച്ചു കൊടുത്ത് അങ്ങനെ ഒരു ഫിനിഷിങ് വർക്കിലാണിപ്പോൾ. ഇതിപ്പോൾ ഓണം ട്രെൻഡിങ് ആണിത്. കാരണം നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടില്ല. ഇതിൻ്റെ പ്രധാന സംഗതികൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഓണം എന്നും നമുക്ക് മലയാളികൾക്ക് എന്നും ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്നതാണല്ലേ. നാടൻ പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന അത്തം മുതൽ പൂക്കളം ഇട്ട് ഉത്രാടം തിരുവോണമൊക്കെ ആകുമ്പോഴേക്കും വലിയ വലിയ പൂക്കളങ്ങളായിട്ട് അത് വളർന്നു വരും. ആ ഒരു സങ്കല്പത്തിന് വേണ്ടി ചെയ്തതല്ല ഈ വർക്ക്. ഇതിപ്പോൾ നഗരങ്ങളിലെ ക്ലബ്ബുകളില് പിന്നെ അതുപോലെ കോർപ്പറേഷന്റെ ഓഫീസുകളിലൊക്കെ ഓണാഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കില്ലേ, അതിനൊക്കെ നന്നായിട്ട് ഇത് സെറ്റ് ചെയ്തിടാൻ നല്ല രസമായിരിക്കും. പിന്നെ അതുപോലെ ഫോട്ടോഷൂട്ടുകൾ, ഓണം ഫോട്ടോഷൂട്ടുകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്കിപ്പോൾ ഇതിങ്ങനെ വലിയൊരു പൂക്കളം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നടുവിലൊരു തൃക്കാക്കരപ്പനെ വെച്ച് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഈ പൂക്കളം ഇട്ടിട്ട് ഇതിൻ്റെ വട്ടത്തിൽ റൗണ്ടായിട്ട് വേറെ നമുക്ക് പൂക്കളം ഉണ്ടെങ്കിൽ അത് വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതൊരു ക്യാൻവാസ് ക്ലോത്ത് ആണ്. ഈ ക്യാൻവാസ് ക്ലോത്തിൽ ഇതേപോലെ ഫെദർ വൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൂലാണിത്. ഈ നൂല് വാങ്ങിക്കാൻ കിട്ടും. ഇത് പശ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പെൻസിൽ കൊണ്ട് ഡിസൈൻ വരയ്ക്കും. ക്യാൻവാസിൽ ഡിസൈൻ വരച്ചിട്ട് ആ ഡിസൈനിൽ മൊത്തം ലെയറായിട്ട് ഓരോ ഡിസൈനിനനുസരിച്ചിട്ട് പശ വെച്ചിട്ട് ഈ ഫെദർ വൂൾ ഒട്ടിച്ചെടുത്ത് നിർമ്മിക്കുന്നതാണ് ഈ റെഡിമെയ്ഡ് പൂക്കളം. ഇന്നിപ്പോൾ വിപണിയിലൊക്കെ നല്ല ഒരു എന്താ പറയുക, അത്രയും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഓണപ്പൂക്കളം. നമുക്ക് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ളവരല്ല കേട്ടോ, പ്രത്യേകിച്ചും ഫ്ലാറ്റുകളിലുള്ളവരും പിന്നെ പുറം രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പൂക്കൾ കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ ചെയ്യാൻ വേണ്ടി അവർക്കൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുട്ടികളെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാം. നമുക്ക് അമ്മമാർക്കാണെങ്കിലും ശരി, ന്യൂ ജെൻ ഫാമിലി ഫോട്ടോഷൂട്ട് എന്നിവയ്ക്കൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഓണക്കളികൾ, തിരുവാതിരക്കളികളൊക്കെ ഇത് ചുറ്റും വെച്ചിട്ട് കളിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കത് കഴുകി ഉപയോഗിക്കാം. വല്ല ചളിയോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കഴുകി ഉപയോഗിക്കാം. ഓണം കഴിഞ്ഞിട്ടാണെങ്കിലോ നമുക്ക് ഭിത്തിയിൽ തൂക്കിയിട്ട് അലങ്കാര വസ്തുവായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റെഡിമെയ്ഡ് ഓണപ്പൂക്കളം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒറിജിനൽ പൂക്കളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. കാരണം ഇതൊരു ഫ്ലഫി ആയിട്ടുള്ള നൂലാണത്, പൊന്തി നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൂക്കൾ ഇട്ടിരിക്കുകയാണെന്നേ തോന്നുള്ളൂ. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു പൂക്കളം ഇട്ടതാണെന്നേ തോന്നുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ഇത് റെഡിമെയ്ഡ് ഓണപ്പൂക്കളാണ്. കാലത്തിനൊത്ത് ഇതാ അത്തപ്പൂക്കളവും മാറിയിരിക്കുന്നു. പൂക്കളില്ലാത്ത വീടുകളിലേക്ക്, നഗരങ്ങളിലേക്ക് ഇനി അത്തപ്പൂക്കളവും എത്തുന്നു റെഡിമെയ്ഡായി.